ചിറ്റയും ചാച്ചയും ദൈവങ്ങൾ കൂടി വരിക. പോട്ടെ. കണ്ടോ കൈകൂടെ ക്യാ ചെയ്യണോ ലോക നമ്പർ. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അല്ലേ? യൂട്യൂബ് ചാനൽ. അപ്പൊ അങ്ങനെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പൊ അങ്ങനെ ഓണക്കാലം ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ഇന്നിപ്പോ ഓണമായി, തിരുവോണമായി. എല്ലാരും അത്തപ്പൂ കിട്ടോ. അമ്പാടി വെക്കണം കേട്ടോ. അമ്പാടി ഭയങ്കര കുറച്ചുകൂടെ സ്മാർട്ട് ആയിട്ട് എല്ലാം നമ്മൾ വീട് എടുക്കാൻ നിർത്തൽ അമ്പാടി. അപ്പൊ നമ്മൾ പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട്, അടിപൊളിയായിട്ട് പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട് ഇന്ന് തിരുവോണമായിട്ട്. പിന്നെ നമ്മൾ വീഡിയോ ചെയ്തിട്ട് എത്ര നാളായി? കുറേ നാളായി വീഡിയോ ചെയ്തിട്ട് അല്ലേ ദേവു? എത്ര നാളായി വീഡിയോ ചെയ്തിട്ട്? ഇതുവരെ വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നല്ലേ? ഇന്നാണ് വീഡിയോ ചെയ്യണല്ലേ? ഒരു 10-25 ദിവസം കൂടി കണ്ട് ഇന്നാ വീഡിയോ ചെയ്യണല്ലേ? ഓക്കെ. അപ്പൊ അതേ അവിടെ പൂക്കളും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ടല്ലോ അമ്പാടി. അമ്പാടി ഇന്ന് സുന്ദര കുട്ടപ്പനായിട്ടാ നിക്കണല്ലേ? ഇതെന്നാ അമ്പാടി ഇട്ടങ്ങനെ? ഷർട്ടും ഉണ്ട്. ഓണം പ്രമാണിച്ചിട്ടേക്കണല്ലേ? ഓണക്കോടി. ദേവന് ഓണക്കോടിയാണോ ദേവത? ചുണ്ടിൽ എന്ത് ചുവന്ന കളറൊക്കെ കാണുന്നുണ്ടല്ലോ. ലിപ്സ്റ്റിക് ഇട്ടേക്കണെയാണോ? ഓക്കെ. അപ്പൊ അങ്ങനെ പൂക്കളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടല്ലേ? അപ്പൊ ഇനി എന്നാ പരിപാടി? ഓണത്തിന്റെ എല്ലാ പരിപാടികളും ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടായിരിക്കും. നമ്മൾ കസാരകൾ ഇരിക്കുന്നുണ്ട്, പിന്നെ സുന്ദരിക്ക് പൊട്ടുത്തുന്നുണ്ട് അല്ലേ? പിന്നെ നമ്മളെ പൂക്കൾ ഇട്ടേക്കണൊക്കെ എല്ലാരും കാണിക്കുന്നുണ്ട് അല്ലേ? വടംവലി ഉണ്ട് അല്ലേ? പിന്നെ സ്പൂണ് നാരങ്ങയും കൂടി. അതെങ്ങനെ സ്പൂണ് നാരങ്ങ കളിക്കണേ? അത് സ്പൂൺ വായിൽ കടിച്ചു പിടിച്ചിട്ട് നാരങ്ങ അല്ലാതെ വെച്ചിട്ട് ആരാണ് ഏതെങ്കിലും ഒരു ബക്കറ്റിലേക്ക് ഇടുന്ന അവർക്ക് സമ്മാനം. ഓക്കെ, പൊളിച്ച്. അപ്പോൾ ഇങ്ങനത്തെ പരിപാടികളൊക്കെയാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഓണം ആഘോഷിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. നമ്മളെല്ലാവരും ഉണ്ട് അല്ലേ? എല്ലാവരും ഉണ്ടെന്ന്. പുതിയ കുറേ ആൾക്കാർ നമ്മുടെ കുറേ അല്ലേ? കുറേ പേര് നമ്മുടെ വീഡിയോയിൽ വരാനുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ഓണാഘോഷ പരിപാടികളും കാര്യങ്ങളൊക്കെ തുടങ്ങുവാണ്. അപ്പോൾ കഴിച്ചതാണ് കേട്ടോ നമ്മുടെ പൂക്കളം. ഇപ്പോൾ ഞാനും ചിറ്റയും ചാച്ചയും കൂടെ രാവിലെ ഇട്ടതാണ് കേട്ടോ. രാവിലെ അല്ല, ശരിക്കും പറഞ്ഞാൽ ഇന്നലെ തുടങ്ങിയ പരിപാടിയാണല്ലേ ദേവു? ഇന്നലെ വൈകുന്നേരം തുടങ്ങിയ പരിപാടിയാണല്ലേ? ഇന്നത്തെ കണ്ടോ? ഇന്നത്തെ ഈ പറഞ്ഞ ഈ ഗ്രീനൊക്കെ വന്നേക്കണേ എന്നെ കൊണ്ട് ചിറ്റ മാവല പറിച്ച് അതിന്റെ തണ്ടൊന്നും ഇല്ലാണ്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തു. അതുപോലെ പിന്നെ ഇന്ന് വീട്ടിൽ പുതിയ ആളുകൾ വന്നിട്ടുണ്ട്. ആരാ അത്? അച്ഛനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറെ പേര്. അപ്പൊ അതുകൊണ്ട് പറ, ആരാ എങ്ങനെയാന്ന് പറ. അപ്പൊ അച്ഛമ്മ വർക്ക് ചെയ്യുന്നത് പൈനാവിലെ SP ഓഫീസിലാണ് കേട്ടോ. പിന്നെ കൂടെ ചേട്ടായി ഉണ്ട്. ഈ ചേട്ടാനെ എല്ലാവർക്കും അറിയാലോ. മുണ്ടൊക്കെ മുടക്കി കൂത്തി ഭയങ്കര പുള്ളിയായിട്ട് നിൽക്കുവാണ് കേട്ടോ. അത് ഹായ് പറഞ്ഞ കമ്പാടി. ഓയ്യോ, ഭയങ്കര ജാടയുടെ ഉസ്താദ്. അപ്പൊ ഇനി എന്നാ പരിപാടി? കളികൾ തുടങ്ങണം. നമ്മളിതേ അതുപോലെ കസാര കളിക്ക് 3 കസാര ഉള്ളൂ. എങ്ങാനും ചെറിയ രീതിയിലുള്ള പരിപാടി അല്ലേ? അല്ലേ? ചെറിയ കസാരയൊക്കെ ഇട്ടിട്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പൂക്കളും ഇതെങ്ങനെയുണ്ട് എന്നുള്ളതിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ചിറ്റയും ചാച്ചയും ഒക്കെ ദൈവങ്ങൾ കൂടി ഒരുപാട് രാവിലെ അല്ലേ കുറേ നേരം ഇരുന്നിട്ട് ഇട്ടിട്ട് പൂക്കളാറ് അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ പിന്നെ സുന്ദരിക്ക് പൊട്ടുകൂട്ടില്ല. അങ്ങനെ ചെറിയ പരിപാടികൾ ഒപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ചെറിയതായിട്ടുള്ളൂ, ചെറിയ പരിപാടി കേട്ടോ. ഇതാട്ടോ ഞങ്ങളുടെ സുന്ദരി. ഒരു പോസ്റ്റിൻ്റെ പരസ്യം എടുത്ത് വെച്ച് ഒട്ടിച്ചിട്ട് അങ്ങനെ സെറ്റ് ചെയ്തേക്കണെയാണ്. അപ്പോൾ വലിയ സെറ്റപ്പൊന്നും ഇല്ല അല്ലേ ദേവു? എന്നാലും നമുക്ക് ചെറിയൊരു പരിപാടി ഓണാഘോഷം അല്ലേ? അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? അപ്പോൾ നമ്മളെ കസേരകളി ഇങ്ങനെ തുടങ്ങാൻ വേണ്ടി പോവാണല്ലേ? അപ്പോൾ ഇതിൻ്റെ റൂൾ എങ്ങനെയാ? ഇവിടെ ചാച്ചയുണ്ട്. ചാച്ച അതേ പാട്ട് വയ്ക്കാൻ വേണ്ടി പോകണം. ചാച്ച ഇത് പാട്ട് ചാച്ച വെക്കണേ. ഇതിനെങ്ങനെ സംഭവം? ആദ്യം പാട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ആ റൗണ്ട് കറങ്ങും. പാട്ട് ഓഫ് ആകുമ്പോൾ നമ്മൾ ഇരിക്കണം. അങ്ങനെയല്ല അതിൻ്റെ സെറ്റപ്പ്. അപ്പോൾ അങ്ങനെ 3 കസാരയൊക്കെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ചാച്ച പാട്ട് വയ്ക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ചാച്ച പാട്ട് ചാച്ചയ്ക്ക് ഭയങ്കര നാണ. ചാച്ച ക്യാമറ മുമ്പിൽ നോക്കില്ല കേട്ടോ. ഭയങ്കര നാണ ചാച്ച. പിന്നെ ഇതാണ് ആദ്യം നമ്മൾ പറഞ്ഞ മൃഗ ചിറ്റ കേട്ടോ. ചാച്ചയുടെ ചിറ്റ കേട്ടോ. അപ്പോൾ തുടങ്ങാം. ചാച്ചയുടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മൾ 3 കസാര ഇട്ടിട്ടുണ്ട്. അപ്പൊ 4 പേര് 1 2 3 4 പേരാണ് നമുക്ക് ഇറങ്ങാൻ വേണ്ടി പോണേ. അപ്പൊ പാട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. അതേ വെക്കാൻ വേണ്ടി തുടങ്ങുവാണ്. സ്റ്റാർട്ട് ചെയ്തടാ. തുടങ്ങി പൊട്ട വാശിയേരി മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓട്ട പതുക്കെ പാട്ട് നിന്ന്. അയ്യോടാ, അമ്പാടി ഔട്ടായോടാ. സാരില്ല, പോട്ടെ. സാരില്ല പോട്ടെ. ഇല്ല, കളിയാക്കില്ല പോലെ. കളിയാക്കില്ല പോട്ടെ. ഇനി അവരെ ഓട്ടെ കേട്ടോ. അടുത്ത ഇനി 3 പേരാട്ടോ ഉള്ളേ. ഇനി 2 കസാര. ഇപ്പൊ 2 കസാര നമ്മൾ വിളിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ആദ്യം വിഷമിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പൊ ഇത് ചാച്ച പാട്ട് വയ്ക്കാൻ വേണ്ടി തുടങ്ങണോ? ചാച്ച പാട്ട് സ്റ്റാർട്ട് ചെയ്തു. പോട്ടെ. റെഡി 1 2 3 പോട്ടെ.
പോട്ടെ പോട്ടെ പോട്ടെ. ഇത് ആർക്ക് കസാര നഷ്ടമാവുമെന്ന് അറിയത്തില്ല. എന്തായാലും അച്ഛമ്മൊക്കെ നടക്കണ കണ്ടു കഴിഞ്ഞാൽ പിന്നെ കസാര വഴിക്കും. പോട്ടെ 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 സ്പീഡിൽ പോട്ടെ. പൗള് പറ്റില്ല. പോട്ടെ 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 പോട്ടെ. അങ്ങനെ അച്ഛമ്മ ഔട്ടായിരിക്കും. ഒരു കസേര ഇനി ഒരു കസേര കേട്ടോ, ഒരു കസേര. വാശിയേറിയ മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു കസേരയുണ്ട്, 2 പേരും ഉണ്ട് കേട്ടോ. ഗിഫ്റ്റ് ഉണ്ട് അവിടെ നിന്ന്. ഗിഫ്റ്റ്. അപ്പൊ അടുത്തത് പാട്ട് വയ്ക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുവാണ്. അത് തുടങ്ങട്ടെ ചേച്ചേ. തുടങ്ങി. പോട്ടെ 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 പോട്ടെ. ഫൗള് കളിക്കാൻ പറ്റില്ല. പോട്ടെ 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 പോട്ടെ. അതിനെ പറ്റിയ പാട്ടുകാരി പറന്നു പോയത്. ഇതിപ്പോ ആരെ ജയിച്ചിരിക്കും? അപ്പൊ അങ്ങനെ നമ്മുടെ കസേരകളിൽ ആരെ ജയിച്ചേ? അങ്ങനെ അമ്പാടി ജയിച്ചതായിട്ട് നമ്മൾ പ്രഖ്യാപിച്ചു കേട്ടോ. അമ്പാടിക്ക് ഭയങ്കര സങ്കടമാണ്. നമ്മൾ വഴക്കൂടി ഇരിക്കും കേട്ടോ. കള്ളക്കളി ആണെങ്കിൽ എന്തായാലും അമ്പാടി ജയിച്ചു. അമ്പാടി ഇവിടെ നോക്കി. അമ്പാടി ഇവിടെ നോക്കമ്പാടി. ഇവിടെ നോക്കമ്പാടി. അപ്പൊ അമ്പാടി ജയിച്ചതായിട്ട് നമ്മൾ പ്രഖ്യാപിച്ചു അല്ലേ. അപ്പൊ അടുത്ത പരിപാടി എന്നാ? ഇനി സുന്ദരിക്ക് പൊട്ടുകുത്തൽ. അപ്പൊ നമ്മൾ സുന്ദരി ഇവിടെ റെഡി ആയിട്ട് നിൽക്കും. ഇതല്ലാത്ത സുന്ദരി, ഈ ഇത് സുന്ദരി. അപ്പൊ ഇതാട്ടോ നമ്മുടെ സുന്ദരി. അപ്പൊ സുന്ദരിക്ക് പൊട്ടുകൂടൽ നമ്മൾ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. അത് അമ്പാടിയാണ് ഫസ്റ്റിൽ മത്സരിക്കാൻ വേണ്ടി പോകുന്നത്. അമ്പാടിയുടെ മുണ്ട് ഇപ്പൊ തന്നെ അഴിഞ്ഞു പോയി. പൊങ്ങട്ടെ, മുണ്ട് പൊക്കി കൊടുക്കുക. മുണ്ട് കൊടുക്കാൻ അറിയാവോ മോനെ? അമ്പാടി രണ്ടും കൽപ്പിച്ചുള്ള പരിപാടിയാണ്. അമ്പാടി ഫസ്റ്റ് അടിക്കാനുള്ള പരിപാടി. കൈ കൊട്ടി പ്രോത്സാഹിച്ച് ചെയ്ത് കൈ കൊട്ടി കൊടുക്കുക. അമ്പാടി എങ്ങനെ പൊട്ടുകുത്തണെന്ന് വല്ല അറിയാമോ? എങ്ങനെ പൊട്ടുകുത്തണേ? ചുമ്മാ കുത്തിയാൽ പോലെ കണ്ണടപ്പിക്കാൻ വേണ്ടി പോവാട്ടോ. നമ്മൾ കണ്ണ് കെട്ടാൻ വേണ്ടി പോവാണ്. അമ്പാടിയുടെ കണ്ണ് കെട്ടാൻ വേണ്ടി പോകണം. കെട്ടിക്കോ. ദേവ് കെട്ടി കൊടുക്കണ്ട. ദേവു ഒത്തിരി മുറുക്കെ കെട്ടണം കേട്ടോ. അതൊക്കെ കെട്ടിയാൽ മതി. അപ്പൊ അമ്പാടിയാണിതേ മുണ്ടക്കം മടക്കി കുത്തി ഈ നമ്മളെ തോപ്പിക്കാൻ ആരുമില്ല എന്നുള്ള രീതിയിൽ അമ്പാടി ഇതേ കളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോവാണ്. സുന്ദരിക്ക് പൊട്ട് കൊത്തുവാണ് അമ്പാടി അല്ലേ? അമ്പാടി ആ സുന്ദരി ആരാന്നറിയാം? അമ്പാടി ചിറ്റ പൊട്ട് കൊടുക്കുവാണ് കേട്ടോ. കയ്യിലേക്ക് അഴിക്കരുത്. പൊട്ട് ആ പിടിച്ചോ. പൊട്ട് അമ്പാടിയുടെ കൈ പിടിച്ചു. പിടി. ആ പൊട്ട് കൊടുത്തു. പിടിച്ച് കയ്യിൽ വെച്ച് കൊടുക്കടാ. കയ്യിൽ വെച്ചിട്ടുണ്ട്. അമ്പാടി പൊട്ട് കുത്താൻ വേണ്ടി കറക്കൊന്നും വേണ്ട. പോട്ടെ. അമ്പാടി പൊട്ട് കുത്താൻ വേണ്ടി പോവാണ്. റെഡി 1 2 3. ദേവിട്ടോ. പോട്ടെ. അമ്പാടി എത്തിക്കഴിഞ്ഞു പൊട്ട് കുത്താൻ വേണ്ടി പോവാണ്. റെഡി 1 2 3. പോട്ടെ. എവിടെ സുന്ദരി എവിടെ? കൊത്തിക്കോ. അടിപൊളി. സുന്ദരിയുടെ പൊട്ട് കുത്തിയില്ല. അമ്പാടിയൊക്കെ പൊട്ടിരിപ്പുണ്ട്. അമ്പാടി എടുത്തു കേട്ടോ. കുത്താൻ വേണ്ടി പോവാണ്. കൊത്തി. അടിപൊളി. കറക്റ്റായിട്ട് കുത്തി അമ്പാടി. സോപ്പേല കുത്തിയെന്നുള്ളൂ. സുന്ദരി ഇതേ ഇവിടെ നിൽക്കുന്നു. അമ്പാടിയുടെ പൊട്ടിരിക്കണത് ഇവിടെ ആയിട്ടാണ് കേട്ടോ. അപ്പം എന്നാ പറ്റിയേ? സുന്ദരിയുടെ പൊട്ട് കണ്ടില്ല അമ്പാടി. അയ്യോ, അമ്പാടി മുട്ടൻ കലിപ്പായി പോട്ടോ. അപ്പൊ അടുത്ത് മത്സരിക്കുന്ന പോകുന്ന ആരാ? ദേവുവിന് കണ്ണ് കെട്ടി കൊടുത്താൽ അമ്പാടി. കണ്ണ് കെട്ടി കൊടുക്കുക. കണ്ണ് കെട്ടി കൊടുക്കുക. അടുത്തത് ദേവു ആട്ടോ മത്സരിക്കണേ. അമ്പാടിയുടെ പൊട്ടാണ് ജയിക്കണത് കേട്ടോ. എങ്ങനെയുണ്ട്? സോപ്പേല പൊട്ട് കുത്തിയത്. അടുത്ത മത്സരിക്കാൻ വേണ്ടി പോകുന്ന ദേവുവാണ് കേട്ടോ. മതി. ഒത്തിരി മുറുക്ക് കിട്ടണ്ട. മതി. നിൽക്കുക. എടാ അച്ഛനെ കെട്ടി കൊടുക്കുക. റെഡി 1. അത് മതി. ഒത്തിരി മുറുക്കണ്ട. മതി. തിരിഞ്ഞാ. ദേവന് വല്ലതും കാണാമോ? പൊട്ട്. അത് 2. ദേവ് കള്ളക്കളിയാണെന്ന് സംശയം കേട്ടോ. ദേവന് ചിരി കണ്ടിട്ട്. പോട്ടെ. കൈ പൊട്ടുണ്ട്. സുന്ദരി ദേവിടെ നിൽക്കുന്നു. പോട്ടെ. റെഡി. പോട്ടെ. സുന്ദരി എത്തിക്കഴിഞ്ഞു. അയ്യോ, ദേവന് ഫസ്റ്റ് അടിക്കുന്ന ദേവ് അറിയത്തില്ല. അങ്ങനെ നോക്കാൻ പറ്റില്ല. ഫൗളാട്ടോ ദേവു. പോട്ടെ. താഴെ കൂടെ നോക്കരുത്. ദേവ് കള്ളക്കളി കേട്ടോ. ദേവ് ഫൗളാണേ. ഒളിഞ്ഞോട്ടം ഉള്ള അല്ലെങ്കിൽ ദേവ് ഒരു ഒളിഞ്ഞോട്ടം ഉള്ളതാണ്. ഇത് സുന്ദരനല്ലാട്ടോ ദേവു. സുന്ദരി കേട്ടോ. പോട്ടെ. കറക്റ്റ്. അയ്യോടാ, പണി പാളി. ദേവ് കണ്ടുപിടിച്ചു. സുന്ദരിനെ കണ്ടുപിടിച്ചു. ദേവന് കാണാം. ദേവ് അടവന്റെ ഉസ്താദ്. അത് വേണ്ട. കുത്തിക്കോ. അയ്യോ, പിന്നെ കുത്ത് നോക്കട്ടെ. കുത്ത്. കള്ളക്കളിയാണ് കളിക്കണമെങ്കിലും കുത്തട്ടെ.
ആ ആ ഇത് കള്ളക്കളി ദേവു ഇത് കള്ളക്കളി ദേവു ആ ഇത് കള്ളക്കളി പൊട്ടന്തി അവിടെ കുത്തിയിട്ടുണ്ട് കള്ളക്കളി ആ കുത്തിക്കോ ഇത് കള്ളക്കളി അത് ഫൗളാണേ ദേവ് കണ്ടിട്ട് കുത്തണ കേട്ടോ അത് ആ പിന്നെ കുത്ത് ആ ആ മാറിക്കോ ആ കണ്ണിലാണ് കുത്തിയേക്കണേ കറക്റ്റ് തുറന്നു നോക്കിക്കേ ദേവന്റെ പൊട്ട് ദേവിക്കുന്നത് ഇവിടെയാണ് ഇരിക്കുന്നത് ഇനി ദേവൻ എന്നാ പറയാനുള്ളത് ഓക്കെ അടുത്തയാള് ഇനി ആരാ വന്നെ ആ ചിറ്റ നീ അടുത്ത് റെഡി ആവാണ് ചിറ്റയുടെ പൊട്ട് കൊടുത്തോ അവൻ തൊട്ടക്കണുണ്ടോന്നാലോ അത് കുറച്ച് ചിറ്റയെ കൊടുത്തായി പോ അടുത്ത ചിറ്റയാട്ടോ വരാൻ വേണ്ടി പോണേ ചിറ്റയുടെ കണ്ണ് ദേ ചാച്ച കെട്ടി കൊടുക്കുവാണ് ചാച്ച നോക്കണം കേട്ടോ നോവണ്ടോടി വേദന എടുക്കണ്ടോ നോക്കണേ ഓ കാണാന്ന് പറഞ്ഞില്ല ആ ചിറ്റ എനിക്കട്ടെ ആ വിട് പൊട്ട് കൊടുക്ക ആ ചിറ്റയുടെ പൊട്ട് കൊടുത്തു കിട്ടിയോ അതെ അമ്പാടി കൈയടിക്കാൻ പാടി പോട്ടെ ചിറ്റ പൊട്ട് കുത്താൻ വേണ്ടി പോവാണ് ഇത് കാണാമെന്ന് തോന്നല്ലോ ആ പോട്ടെ സുന്ദരി അവിടെ നിൽക്കുന്നത് ചിറ്റ അവിടെ നിൽക്കുന്നത് നമുക്ക് കാണാം വാശി മത്സരമാണ് കുട്ടിയോ അതും പോയി ഇനി അടുത്തതാ അടുത്തത് നീ കുത്താൻ വേണ്ടി പോണത് അച്ചോമയാട്ടോ കുത്താൻ വേണ്ടി അച്ചോമയുടെ കണ്ണടച്ചിട്ടുണ്ട് കണ്ണ് കെട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ പൊട്ട് കൊടുക്കും കേട്ടോ ഞാനല്ല അടിച്ചേക്കണേ കൊച്ചാട്ടം അടിച്ചേക്കണം ഇനി ഞാനാന്ന് പറഞ്ഞേക്കല്ലേ കയ്യിലേക്ക് വെച്ച് കൊടുക്കും കയ്യിൽ പൊട്ട് കൊടുക്കും കയ്യിൽ പൊട്ട് കൊടുത്തു ആ കിട്ടി അച്ചമ്മ എണീക്കുന്നു അമ്പാടി കൈ വിട്ട് കൊടുക്ക അച്ചമ്മ ഇങ്ങനെ കുത്തോ നോക്കട്ടെ ആ പോട്ടെ അമ്പാടി കൈ വിട്ട് കൊടുത്തേ അച്ചമ്മക്ക് ഒന്നും അറിയത്തില്ല കേട്ടോ പടം പിടിച്ച് നോക്കിയിട്ട് മനസ്സിലാവുന്നില്ല പടം പിടിക്കണ നമ്പർ കുത്തിക്കോ എത്തി സ്കാൻ ചെയ്യോ കേട്ടോ കൈ കൊണ്ട് ആ പോട്ടെ ഓ കണ്ടോ കൈ കൊണ്ട് സ്കാൻ ചെയ്യണോ ലോക നമ്പർ അപ്പൊ അമ്മ പൊട്ട് കുത്താൻ വേണ്ടി അങ്ങനെ അച്ഛോ വിജയിച്ചിരിക്കണോ എന്നാലും ഞാൻ ചെയ്ത് കുത്തി അല്ലേ അങ്ങനെ ഇനി ലാസ്റ്റ് ഞാനാട്ടെ നീ കുത്താൻ വേണ്ടി പോണേ അപ്പൊ ഇവർക്ക് വേണ്ടി പോവാണ് എനിക്ക് കണ്ണ് കാണാൻ പാടില്ല രണ്ട് ഇത് ദൈവമല്ല അതെ ഒന്നാ അപ്പൊ കുത്താൻ വേണ്ടി പോവാണ് ഈ എന്നായാലും വേണ്ടില്ല ഞാൻ കുത്തിട്ടേ കാര്യമുള്ളൂ ഇത് കുത്തിയിട്ടേ കാര്യമുള്ളൂ പാളിപ്പോയി നീ എങ്ങനെയാണ് കറക്റ്റായിട്ട് കുത്തിയപ്പോ അങ്ങനെ സുന്ദരിക്ക് പൊട്ടുകുത്തലിന് ആര് ജയിച്ചു അച്ചമ്മ ജയിച്ചു അതിന്റെ സങ്കടം ദേവന്റെ മുഖത്തുണ്ടല്ലേ ദേവു ഇല്ല സത്യം ഇല്ലേ ദേവു പറ ദേവു ഏതെങ്കിലും ജയിച്ചാൽ കസ കളിക്കോ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഇതുപോലെ ഓണമൊക്കെ ആഘോഷിച്ചോ അപ്പൊ എല്ലാവർക്കും ഹൃദയം പറഞ്ഞ ഹാപ്പി ഓണം നേർന്നുകൊണ്ട് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ പക്ഷേ അതിന് മുമ്പ് വേറെ കാര്യം പറഞ്ഞാണ്ട് ദേവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിന് രണ്ടുപേരെ കാര്യം എടുത്ത് പറയേണ്ടതായിരുന്നു ജോവാനും ജോനിയുടെ കാര്യം അപ്പോൾ അവർ നമ്മൾ ഹാപ്പി ഓണം പറഞ്ഞിട്ടില്ല അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറയണമെന്ന് ഓർത്തുകൊണ്ടിരുന്ന കാര്യമായിരുന്നു അല്ലേ അപ്പോൾ അവർക്ക് പറ ജോനി അല്ല ദേവന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് രണ്ടുപേരും അല്ലേ നിങ്ങൾ ഒരേ ക്ലാസ്സിൽ പഠിക്കുന്നതാണ് ഒരേ ക്ലാസ്സിലല്ല ഓരോ അല്ലേ തേർഡിൽ പഠിക്കുന്ന ഓരോ സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നതാണ് 2 ക്ലാസ്സിലാണെന്നുള്ളത് നമ്മൾ വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ളതാണ് അപ്പോൾ അവർക്ക് ഹാപ്പി ഓണം പറ ഹാപ്പി ഓണം അപ്പോൾ അവർ നമുക്ക് അന്നേരം അടുത്ത വീഡിയോയിൽ നമുക്ക് കിട്ടുന്ന സമയം കിട്ടുന്നതനുസരിച്ച് കൊണ്ടുവരാം കേട്ടോ അപ്പോൾ രണ്ടുപേരെ എന്തായാലും വീഡിയോ കൊണ്ടുവന്നായിരിക്കും ജോനിനെ അടുത്ത വീഡിയോയിൽ ദേവന്റെ വീഡിയോയിൽ അവരും ഉണ്ടായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണോ അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ഹാപ്പു